നമ്മളെ സെക്കൻഡ് പാർട്ട് സോയിൽ ക്ലേ കാണിച്ചു. ഗൈസ്, ഇതുപോലത്തെ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതുപോലെ ഒന്ന് പൊടിച്ചിടണം. കല്ലൊക്കെ താഴെ ഇടുക. എന്തായാലും ഇതൊക്കെ മണ്ണാണ്. കല്ലാന്ന് വിചാരിച്ച് ചാടുവൊന്നും കേട്ടോ. വയലിലെ മണ്ണാണെങ്കിൽ അത്യാവശ്യം കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇത് വയലിലാണ് കേട്ടോ. ഗായ്സ്, ഇതുപോലെ മിസ് ചെയ്യണം. എന്നാൽ ഇതിൽ തന്നെ ഇതുപോലെ ആക്കുമ്പോൾ കണ്ടോ വേര് കിട്ടുന്ന ഇതുപോലെ വേര് കിട്ടും. കണ്ടോ ചപ്പും വേരൊക്കെ ഉണ്ട് കിട്ടും വേണം. ഗായ്സ്, ഇതുപോലെ നല്ല മിസ് ശേഷം ഇതുപോലെ എടുക്കുക. കണ്ടോ ഇതുപോലെ വേര് ഇങ്ങനെ കിട്ടും. ഇനി ഇതുപോലെ വെള്ളത്തിലേക്ക് ഇത് മുക്കുക. കണ്ടോ ഈ വെള്ളം ഇതുപോലെ വരും. വെള്ളം മാത്രമേ വരുള്ളൂ, നന്നല്ല. കണ്ടോ ഇതുപോലത്തെ ഒരു ഇത്തിരി ഡബ്ബയിൽ ഇതുപോലെ വെക്കുക. മതി കേട്ടോ. കണ്ടോ ഇതുപോലെ തുണിയിലേക്ക് നമുക്ക് മറിക്കേണ്ടത്. കണ്ടോ ഇത് വേരുകൾ ഉണ്ടാവും കേട്ടോ. ഇത് മറിക്കണം. ഉള്ളി വേരുണ്ടാവാറ്. അങ്ങനെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ക്ലേ കിട്ടും. ഇനി അതിലേക്ക് മണ്ണ് ഇതാണ് മണ്ണ്. കണ്ടോ ഗൈസ്, ഇതുപോലെ ക്ലേ ഉണ്ടാവും. കണ്ടോ മണ്ണൊക്കെ ഇതുപോലെ ഉണ്ടാവും. നന്നായി അരിഞ്ഞ് വെക്കുക. ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ ഇത് ഉണക്കാൻ വെക്കുക കേട്ടോ. എന്നിട്ട് മാത്രം ഇത് ചെയ്താൽ മതി. ഇതുപോലെ ഉണക്കാൻ വെച്ചതിന് ശേഷം ഇത് ഉണങ്ങി കിട്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യണം. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതുവരെ ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി. 3 ദിവസം എന്തായാലും വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ലേ നല്ലൊരു രീതി കിട്ടൂല. നിർബന്ധമാണ്. ചെയ്യുന്നുണ്ട് മാത്രം, ഇല്ലേ നിർബന്ധമൊന്നുമില്ല.